വിദേശത്ത് പഠിക്കാൻ പോകുന്നവർ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കണമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോഴിതാ അമേരിക്കയിൽ പഠിക്കാൻ പോയ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി അവിടെ അറസ്റ്റിലായിരിക്കുകയാണ്. ഹമാസിനെ അനുകൂലിച്ചു എന്നുള്ളതാണ് അയാൾ ചെയ്ത കുറ്റം ആയി US ആരോപിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ല, പ്രൊപ്പഗാൻഡ വെച്ചിട്ട് പഠിക്കാൻ പോകുന്നവർക്ക് ഈ പ്രശ്നങ്ങളുള്ളൂ, അല്ലാത്തവർക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ ഡൽഹി പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ഒരു സ്പാനിഷ് ഗേളായിരുന്നു. അവളോട് ഏതോ ഒരു വിഷയത്തിൽ ഞാൻ എന്തോ ഒരു ഇൻ്റർവ്യൂ അഭിപ്രായം ചോദിച്ചു. എനിക്ക് കേരളത്തിലേതോ ഒരു പത്രത്തിൽ എഴുതാൻ വേണ്ടി. അപ്പോൾ അവക്കൾ സോറി, ഞാൻ പേഴ്സണലി പറയാം, പക്ഷെ പബ്ലിഷ് ചെയ്യാൻ പറയില്ല. കാരണം ഇന്ത്യ ഗവൺമെൻറ് സ്പോൺസർ ചെയ്തിട്ടാണ് അവൾ സ്പെയിനിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യ ഗവൺമെൻറ് എതിരായി മാറിയാൽ, അല്ലെങ്കിൽ ഞാനത് റിപ്പോർട്ട് ചെയ്ത് തരുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എതിരായി മാറിയാൽ അവളെ സ്കോളർഷിപ്പിനെ അത് ബാധിക്കും. അതൊരു മര്യാദ. അതാണ് അതിൻ്റെ ലോജിക്ക്. അവിടെ പറഞ്ഞു ശരി, ഞാൻ അവിടെ നിർബന്ധിച്ചില്ല. പ്രസ് ചെയ്താൽ ചിലപ്പം പറയുമായിരിക്കും, പക്ഷേ നിർബന്ധിച്ചില്ല. അപ്പം അതേപോലെ തന്നെയാണ്. അപ്പം ഈ രീതിയിൽ നമ്മൾ പുറം രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മളവിടുത്തെ ഗസ്റ്റാണ്. ഗസ്റ്റ് പാലിക്കേണ്ട ഒരു മര്യാദ ഉണ്ടാവും, അത് ഗസ്റ്റ് പാലിക്കണം. ഇത് ഞാനിപ്പോൾ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് പലപ്പോഴും നേരിട്ട് ഏതെങ്കിലും ഒരു 3% ഭാഗമായി പോകണമെന്നില്ല. അപ്പം കേരളത്തിൽ നിന്ന് പോകുന്ന യുവാക്കൾ, എസ്പെഷ്യലി ഇടതുപക്ഷക്കാരോ മുസ്ലിംസോ ആയ ആളുകൾ, അല്ലെങ്കിൽ പ്രോഗ്രസീവ് ക്രിസ്ത്യാനികളായ ആളുകൾ, ഇവരൊക്കെ തന്നെ ഇപ്പോൾ ഹമാസ് നിലപാടെടുക്കുന്ന ആളുകളാണ്. അത് തെറ്റാന്ന് അവർക്ക് തോന്നിയിട്ടില്ല. കാരണം ഇന്ത്യയുടെ ഒരു നിലപാട് ഇപ്പോൾ പലസ്തീനാണ്. അതെ, കേരളത്തിൽ ഇപ്പോൾ ഹമാസ് ഇപ്പോൾ പലസ്തീനാണ്. അപ്പം അതുകൊണ്ട് അത് അവരുടെ ഒരു എക്കോസിസ്റ്റത്തിൽ അത് ഓക്കെയാണ്. പിന്നെ കേരളം ലോകത്തെ ഒന്നാം കിട രാജ്യങ്ങളെ കിടപിടിക്കുന്ന സംസ്ഥാനമാണ് എന്നാണ് നമ്മളൊരു ധാരണയും. പല കാര്യങ്ങളുമാണ്, ചില കാര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വിചാരിക്കും അത് അവിടെയും ഓക്കെയാണ്. അമേരിക്ക ഇതിലും കൂടി ഡെമോക്രസി ഉള്ള രാജ്യമല്ലേ, അത് പറഞ്ഞുകൂടെ എന്ന് വിചാരിക്കും. പറയാം, ഉഗാണ്ടയെ പറ്റി പറയാം, സൗദി അറേബ്യയെ പറ്റിയൊക്കെ പറയാം, പക്ഷെ ഇസ്രായേലിനെ പറ്റി പറയാൻ പറ്റില്ല. ഇസ്രായേൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ്. കക്ഷിയാണ്. അമേരിക്കൻ സാമ്പത്തിക നിലയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന രാജ്യമാണ്. അപ്പോൾ അവിടെ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പണിയുണ്ട്, എസ്പെഷ്യലി യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന ഒരു സമയത്ത്. അപ്പം ഈ കുട്ടികൾ ചിലപ്പോൾ അത് ബോധവും 3% ഭാഗമാണെന്നില്ല, പക്ഷെ അവർ ഈ ഒരു ഡോക്ടറിനാൽ അവരുടെ എക്കോസിസ്റ്റത്തിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ, അതാണ് കാരണം. അപ്പം വേറൊരു വിഭാഗം എന്ന് വെച്ചാൽ യൂറോപ്പിലെയും മറ്റു സ്ഥലങ്ങളിലെ യൂണിവേഴ്സിറ്റികൾ തങ്ങളെ ആളുകളെ കൊണ്ട് ഫില്ല് ചെയ്യിക്കുകയാണെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അതായത് ഒരു മതവിഭാഗം മാത്രമല്ല, ചില ആളുകളുണ്ട്. അപ്പൊ അവരിങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ട് പറഞ്ഞു വിടും. അപ്പൊ ഞാനൊക്കെ ജെനിയിലൊക്കെ പോയതെന്ന് വെച്ചാൽ നമ്മളെ കോളേജിൽ നിന്ന്, ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് മനോരമയിൽ ജെനിയെ പറ്റി വന്നിട്ടുള്ള ആർട്ടിക്കിള്, ഇതേപോലെ സെമിനാറിന് നമ്മൾ പോകുമ്പോൾ അവിടെ വരുന്ന പ്രധാനപ്പെട്ട ലെക്ചർമാർ അവരെല്ലാം JNU സ്റ്റുഡൻസോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ആയിരിക്കും. അവരോടൊക്കെയുള്ള റെസ്പെക്റ്റ് വേണം നമ്മൾ പോകുന്നത്. അല്ല നമ്മളേതെങ്കിലും പ്രൊപ്പഗാൻഡയുടെ ഭാഗം ഏതോ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ പറയുന്ന തന്നെ സ്പോൺസർ ചെയ്തിട്ടോ അല്ല അവരുടെ ട്രെയിനിങ് കിട്ടിയിട്ടോ അല്ല. എനിക്ക് അതുകൊണ്ട് ഞാൻ കോഴിക്കോട് പഠിക്കുന്ന സമയത്ത് എനിക്കവിടെ പിന്നെ കോൺട്രാവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഈ കരിയർ ഗൈഡൻസ് സ്ഥാപനത്തിന് ഏരിയ പറയുന്നില്ല, അവിടെ പോയിട്ട് ഉപദേശം കൈക്കൊള്ളാൻ എനിക്കൊരു ഉപദേശം ലഭിച്ചിരുന്നു. നമ്മളീ പറഞ്ഞതിൻ്റെ ആരെങ്കിലുമൊക്കെ നമ്മളെ രക്ഷിക്കല്ലോ. എനിക്കെന്തോ തോന്നിയില്ല പോകണ്ട, ഞാൻ പോയില്ല. ഞാൻ അല്ലാതെ എന്നെ ഇൻട്രസ്റ്റ് ചെയ്തു. ഞാൻ പെങ്ങളന്ന് JNUണ്ടായിരുന്നു. അപ്പോൾ അവള് ക്വസ്റ്റ്യൻ പേപ്പർ കഴിച്ചില്ല, അതൊക്കെ നോക്കി പ്രിപ്പയർ ചെയ്യും. പിന്നെ KN ഗണേശനെയൊക്കെ പോലെയുള്ള, ഞാൻ KN ഗണേശൻ നേരിട്ടുള്ള സ്റ്റുഡൻ്റ് അല്ല. ഞാൻ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുമ്പോൾ KN ഗണേശൻ നമുക്കൊരു ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ പോയി ചോദിക്കും, JNUക്കാനാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ആ പെർസ്പെക്റ്റീവ് അങ്ങനെ കിട്ടും, മറ്റേ പെർസ്പെക്റ്റീവ് വേറെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തു. അപ്പം പലപ്പോഴും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഇങ്ങനെ പ്രൊപ്പഗാൻഡേൻ്റെ പുറത്ത് ആളുകൾ കയറ്റിവിടുന്നുണ്ടാകും. ഉദാഹരണമായിട്ട് പാവങ്ങൾ അശരണരായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളായി വേട്ടയാടപ്പെട്ടിട്ടുള്ള സിറിയക്കാർ യൂറോപ്പിലേക്ക് പോയപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അതൊരു പ്രശ്നമൊന്നായിരുന്നില്ല. അവർ 2 കൈ നീട്ടി സ്വീകരിച്ചു. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, പ്രൊപ്പഗാൻഡിസ്റ്റുകൾ കൂടി പോയി. ഇവരെ ഉപദ്രവിച്ചവർ തന്നെ അവിടെ പോയിട്ട് ഇവരുടെ ഉസ്താദന്മാരായി പോയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി. ഇപ്പം എന്താ സംഭവം, ഒക്കെ തിരിച്ചയക്കാൻ പോകും. അല്ലെങ്കിൽ യൂറോപ്പിനെ ഈ മുസ്ലിം പോപ്പുലേഷൻ കൊണ്ട് ഇൻഫ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇന്ത്യക്കാർക്കും ഈ മുസ്ലിംസിനും ഒക്കെ ഒരു പ്രശ്നം, ഇവർ പോക്കറ്റുകളെ താമസിക്കുള്ളൂ. ഇവർക്ക് അവിടുത്തെ വോട്ടിംഗ് പാറ്റേണെ സ്വാധീനിക്കുക. സായിപ്പന്മാർ വോട്ട് ചെയ്യാൻ പോലും പോവില്ല അധികം. അതെ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പല ഇന്ത്യക്കാരും പല സിഖുകാരും പല മുസ്ലിങ്ങളും ഒക്കെ
അവിടെ MP മാരും മന്ത്രിമാരും മേയർമാരും ഒക്കെ വന്നു. ഇവരെ പോക്കറ്റ് ഈ സിക്കറി ചെയ്യുന്ന കാനഡയിൽ ഒരു സ്വാധീന ശക്തിയായിട്ട് മാറും. ഒരു വോട്ട് ബാങ്കായിട്ട് അങ്ങ് മാറും. ഇതിപ്പോൾ ഞാനിത് മുസ്ലിംസിനെ പറ്റി മാത്രമല്ല പറയുന്നത്, ഇവിടുന്ന് പോകുന്ന ഒരു എല്ലാവർക്കും ഈ സംഭവമുണ്ട്. അങ്ങനെയാണ് ഇവർ അവിടുത്തെ ഒരു വോട്ട് ബാങ്ക് സംഭവമായിട്ട് മാത്രമല്ല ഇവർക്ക് ഈ സായിപ്പ് കുറച്ചുകൂടി ഈ 2 ലോക മഹായുദ്ധങ്ങൾ കഴിഞ്ഞപ്പോൾ സായിപ്പ് വളരെ നമ്മളെ സന്യാസിമാരെ പോലെ ചിന്തിക്കുന്ന ആളുകളാണ്. നമ്മൾ അമേരിക്കയിലെ ഈ കച്ചവടക്കാരെ സായിപ്പന്മാരോ ഇസ്രായേലിലെ കച്ചവടക്കാരെ യൂത സായിപ്പന്മാരോ അല്ല ഞാൻ പറഞ്ഞു. പൊതുവേ സായിപ്പ് ഈ 2 ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ അവർക്ക് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഇന്ത്യ പോലെ ഇതിലൊന്നും കാര്യമില്ലാന്ന് മനസ്സിലായി. അപ്പം അവർ വളരെ ഓപ്പണായി അവർ വളരെ ഓപ്പണായി ചിന്തിക്കുകയായിരുന്നു. പരസ്പര സഹകരണത്തോടൊക്കെ ജീവിക്കുക എന്നുള്ളൊരു ഐഡിയോളജിയാണ് അവരെ നയിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് പോകുന്ന ആളുകളെ തമ്മിൽ ഫ്യൂഡലാണ്. ഇവർക്ക് ഇവരുടെ മതം പ്രചരിപ്പിക്കുക, ഇവരുടെ പവർ ഗ്രൂപ്പ് അവിടെ ഉണ്ടാക്കുക, അവിടെ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി ഇങ്ങോട്ട് വരിക, എന്നിട്ട് ഇവിടെ ആളാണ് എടുക്കുക, അല്ല അവിടെ എങ്ങനെയെങ്കിലും സെറ്റ് പിന്നെ അവരൊക്കെ ഭരിക്കുക, അങ്ങനെയുള്ളൊരു ഫ്യൂഡൽ പിന്നോക്ക നെഗറ്റീവ് മെൻറ്റാലിറ്റി ആയിട്ടാണ് നല്ലൊരു മതം പോകുന്നത്. അപ്പോൾ അവർ അത് ഏത് മതത്തിൽ പറയുന്നതല്ല, എല്ലാ വിഭാഗത്തിലുണ്ട്. അത് ഈ പറയുന്ന ഇസ്ലാമിനും രണ്ടാമത് ഹിന്ദുമതപ്പെട്ട ആളുകളുടെ കൂടുതലാണ്. പക്ഷേ ഹിന്ദുമത പ്രശ്നം വെച്ചാൽ പുറത്ത് ഈത്തപ്പേരുണ്ടാക്കി സ്പോൺസർ ചെയ്യുന്നവർക്ക് പോലും മറ്റുള്ളവരോട് പറയിപ്പിക്കരുതെന്നുണ്ട്. അതുകൊണ്ട് അവരങ്ങനെ അത് ഒരു പരിധി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഡയസ്പോറ പണ്ട് അമേരിക്കയിലൊക്കെ പോയപ്പോൾ ഇങ്ങനെ ഒന്ന് കാണും, അവരൊന്ന് പ്രൊമോട്ട് ചെയ്യണം, അങ്ങനെ ഒന്ന് നിങ്ങൾ ഇവിടുത്തെ സിറ്റിസൺസായി എന്നാൽ മതി, ഇന്ത്യൻ കാര്യം വന്നിട്ട് അങ്ങോട്ട് വരേണ്ടത്. മോഡി അവരെ ഓപ്പോസിറ്റ് ചെയ്തു. മോഡി അവിടെ പോയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതുകൊണ്ട് അവർക്ക് മോഡീനെ വലിയ കാര്യം, കാരണം അവരുടെ കൾച്ചറൽ അഫിനിറ്റി ഉണ്ടല്ലോ ഇന്ത്യയായിട്ട്, അതിനെ മോഡി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ പോയാൽ അവർ ഇന്ത്യക്കാരാണല്ലോ. പക്ഷെ അതൊരു തരത്തിൽ കൈവിട്ട് ആ രാജ്യത്തിനെതിരെ ആയി പോകാതിരിക്കാനുള്ളൊരു ശ്രദ്ധ നമ്മൾ കാണിക്കുന്നു, ജാഗ്രത നമ്മൾ കാണിക്കുന്നുണ്ട്. പക്ഷേ മറ്റു പല രാജ്യങ്ങളും അങ്ങനെയല്ല, ഇവർ അജണ്ട വെച്ചുകൊണ്ടാണ്. ഇവരുടെയൊക്കെ ഒരു മാതൃക എന്ന് വെച്ചാൽ ജൂതന്മാരാണ്. ജൂതന്മാരൊന്നും അല്ലാതായി പോയ സമയത്ത് ലോകത്തിന് പല ഭാഗത്തും കൂടിയത് 2000 വർഷത്തോളം അവർ പല ആളുകളും അടിമേടിച്ചു. എന്നിട്ട് പക്ഷെ അവർ കച്ചവടം വിട്ടില്ല, കച്ചവടം നടത്തി. ഇന്ന് ഒരു ചെറിയ സമൂഹമാണെങ്കിൽ ഇപ്പോൾ ലോകത്തെ ഭരിക്കുന്നത് ജൂതന്മാരാണ്. ജൂതന്മാർക്ക് ഇസ്രായേൽ ഭരിക്കണം, അവരുടെ ആ ഒരു കാനാൻ ദേശം, അവിടുത്തെ ആധിപത്യം സ്ഥാപിക്കണം, ദൈവത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ മനുഷ്യന്മാരാണ് ചിന്തിക്കുന്നത്. ഇൻഡയറക്റ്റ് എത്രയാണ് ബൈബിൾ വന്നിരിക്കുന്നത്. ബാക്കി അവർ ലോകം ഭരിക്കുക എന്നുള്ള അവരുടെ അജണ്ടയാണ്, അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ലോകം അവരാണ് ഭരിക്കുന്നത്. അപ്പം ഇവിടെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം നമുക്കിത് കാണാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ അവിടെ ഭരിക്കുന്ന ഡെമോക്രാറ്റ്സ് ആൻഡ് റിപ്പബ്ലിക്കൻസ് വലതുപക്ഷക്കാരാണെങ്കിലും അവിടെ യൂണിവേഴ്സിറ്റികളിലെ ഇടതുപക്ഷത്തിന് കയ്യിലാണ്. അപ്പം ഈ പറയുന്ന യൂണിവേഴ്സിറ്റികൾ അതുകൊണ്ട് ഇപ്പോൾ പലസ്തീനായിട്ടുള്ള വികാരമുണ്ട് കേരളത്തിൽ പോലും. അപ്പോൾ വലിയൊരു പരിധി വരെ ഇത് വലിയ പ്രശ്നമുണ്ടാവും. അവിടെ വല്ല കാൻഡിഡേറ്റ് മാർച്ചുകളോ അല്ലെങ്കിൽ സെമിനാറുകളോ ഒക്കെ സംഘടിപ്പിക്കുക, അത്രയേ അവിടെ തീരെയാണ്. ഇപ്പം ന്യൂ മീഡിയ വന്നതോടുകൂടി അവർ സംപ്രേഷണം ചെയ്യുന്നത് ഗ്ലോബലാണ്. മുമ്പ് പലപ്പോൾ അത് ഇസ്രായേലിൻ്റെ ശ്രദ്ധയപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ ഇസ്രായേൽ മൊസാദ് അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മൈൻഡ് ചെയ്തിരുന്നില്ല, കാരണം അത് അവിടെ ഒതുങ്ങല്ലോ. ഇത് അമേരിക്കയുടെ ഉള്ളിൽ ഇങ്ങനെ ഇസ്രായേൽ വിരുദ്ധ വികാരം ഉണ്ടാകുന്നത് ഗ്ലോബലി അറിയുമ്പോൾ അത് ഇസ്രായേലിന് ക്ഷീണമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഈ രീതിയിൽ ആക്ഷൻ വരുന്നത്. അത് മുമ്പും ഉണ്ടായിരുന്നു, കാൻഡിഡേറ്റ് ഈ പറയുന്ന പോലെ മാർച്ചുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പക്ഷെ ഇപ്പോൾ അത് ഗ്ലോബലാണ്. ഇവരെടുത്തിട്ട് അത് ഈ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ന്യൂ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പബ്ലിസൈസ് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കൂടുതലാണ്. അതാണ് ഇപ്പം ഉണ്ടായ പ്രശ്നം. ഇത് മുമ്പും ഉണ്ടായിരുന്നു, അവിടെ മുമ്പും കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സമരങ്ങൾ ഒരു ആക്രമോത്സുകമാകുന്നുണ്ടോ? അങ്ങനെ ഒരു ഇതും അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. കാരണം ഈ ഹമാസ് അനുകൂല ആൾക്കാർ വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തുന്നത് മാത്രമല്ല, പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, അവിടെ ചില ഈ പറയുന്നത് പോലെ സായുധമായിട്ട് ചില പരിശ്രമങ്ങളൊക്കെ നടത്തുന്നു എന്ന് പൊതുവെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അല്ല, അതിപ്പം 9/11 ശേഷം അതൊക്കെ അവർ നന്നായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും സാഹസികൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ വരും, അത് ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അമേരിക്കയിലെ ഒരു അറ്റാക്ക് നടത്തിക്കാൻ എന്ത് സംഭവിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഉണ്ടാവില്ല, അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഉണ്ടാവില്ല, അത് ഇവന്മാർക്ക് അറിയാലോ. അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ മാതിരി ഇസ്ലാമിക ലോകത്തിൻ്റെ ശ്രദ്ധ ഇപ്പം അമേരിക്കനെ പണക്കി കഴിഞ്ഞാൽ ഈ സൗദി അറേബ്യനും ഖത്തറിനോടും കിട്ടുന്ന സഹായം പോലും കിട്ടില്ല. സൗദി അറേബ്യനെയും ഖത്തറിൻ്റെ സഹായം കൊണ്ടുള്ള ഇപ്പോൾ ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇതിൽ കുറ്റം ആരോപിക്കപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഇത് ഇന്ത്യയുമായുള്ള ബന്ധത്തെ ബാധിക്കില്ല? അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള അതൊന്നും ബാധിക്കില്ല. നമ്മുടെ സ്റ്റുഡൻസിനെ അവർ കുറച്ചുകൂടി മോണിറ്റർ ചെയ്യും. അല്ലേ തന്നെ അമേരിക്ക വിസ കൊടുക്കുന്ന കാര്യത്തിൽ അവർ കുറച്ചുകൂടി മോണിറ്റർ ചെയ്യും. എസ്പെഷ്യലി കേരളമൊക്കെ പോകുന്ന സ്ഥലം, ഇങ്ങനെയുള്ള ലെഫ്റ്റ് ലിബറൽ ചിന്താഗതിയുള്ള സ്ഥലം, കേരള, ബംഗാൾ, കൽക്കത്ത, മദ്രാസ്, ഇവിടെ നിന്നൊക്കെ പോകുന്ന ആളുകളെ കൂടുതൽ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അത്രേ ഉള്ളൂ.
വിസ കൊടുക്കുന്നതിൽ ഒരു മോണിറ്റർ ചെയ്യും, കുറച്ചുകൂടി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അവർ അന്വേഷിക്കുകയും ഇതിന്റെ ഒരു കാര്യം മനസ്സിലാത്തത്, ജൂതന്മാർ ഡയസ്പോറയായി ലോകത്തിന്റെ വലഭാഗത്ത് പോയത് ആ സമയത്ത് അങ്ങനെ ഒരു അജണ്ട വെച്ചുകൊണ്ടെന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടി പോയതാണ്. അവരിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കുമ്പോൾ അതൊരു അജണ്ട വെച്ചുകൊണ്ട് പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് അവർക്കറിയാലോ എന്തിനാണ് വരുന്നതെന്ന്. അവിടെയാണ് പ്രശ്നം. എന്തിനാണ് വരുന്നതെന്ന് അവർക്കറിയാലോ. അത് അവർ മണ്ടന്മാരൊന്നല്ല, അത് ഇവിടെയുള്ള മണ്ടന്മാർക്ക് അറിയില്ല. ഇപ്പം നമ്മളൊക്കെ ജേനിയിലൊക്കെ പോയ സമയത്ത് ആർക്കും നമ്മളോട് അങ്ങനെ ഒരു വിരോധമാണ്. ഞാൻ കേട്ടില്ല അന്ന് മറ്റേ എന്തൊരു സാധനം ഇപ്പോൾ RSS പറയുന്നുണ്ടല്ലോ, എഡ്യൂക്കേഷന് ജിഹാദ്. RSS ചില ഹിന്ദുത്വവാദികൾ പറയുന്നത്. അന്നൊന്നും ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അത്തരം വാക്കുകളൊന്നും നമ്മൾ ആരും കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് എല്ലാവരും കൂടി ചിന്തിക്കുന്നതല്ലോ. നവ ഉദാരീകരണത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും. അപ്പൊ അത് ഭൂരിഭാഷം അങ്ങനെയൊന്നല്ല. ഉദാരവൽക്കരണം നമുക്ക് കൂടുതൽ നമ്മൾ ക്ലോസ്ഡ് ആയി, കൂടുതൽ പ്രദേശങ്ങൾ ആക്സസിബിൾ, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഇങ്ങനെ എലിമെന്റ് കൂടി കളിക്കുമ്പോൾ അപ്പൊ അവിടെ പോയിട്ട് ഹിന്ദി ഇംഗ്ലീഷ് ഒന്നും അറിയാതെ കഷ്ടപ്പെട്ട ഒരുപാട് പിള്ളേർ എനിക്കറിയാം. ഞാനൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ത്രൈവ് ചെയ്ത് വന്നാണ്. പക്ഷെ ഇത് ത്രൈവ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഡൽഹിയിലെ ക്ലൈമറ്റ് ഒക്കെ ഡിഫറെന്റ് ആണ്. അതെ. എന്തായാലും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഈ അറസ്റ്റും കാര്യങ്ങളും. ചോദ്യമൊന്നല്ല, അതൊരു മുന്നറിയിപ്പാണ്. അത് കേട്ട് മര്യാദയ്ക്ക് അടങ്ങിയിരുന്ന പ്രശ്നമാണ്. നിങ്ങൾ അതിൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ നിൽക്കരുത്. ഉണ്ടാക്കിയാലേ പ്രശ്നം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.